ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 20-ന്റെ 24 മുതൽ 28 വരെ. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സെബദി മക്കളുടെ അമ്മ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം, നിന്റെ മഹത്വത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇടത്തും വലത്തും ഇരിക്കാനുള്ള സ്ഥാനം നൽകണം എന്നതായിരുന്നു. കർത്താവ് അതിന് മറുപടി നൽകി. ഭൗമികമായ താല്പര്യങ്ങൾക്കതീതമായി സ്വർഗീയമായ അല്ലെങ്കിൽ ദൈവരാജ്യത്തിനനുസൃതമായ നിലപാടുകളിലേക്ക് വരണം എന്നതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ ലക്ഷ്യം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ സെബദി പുത്രന്മാർ തന്നെ വന്ന് ആവശ്യപ്പെട്ടു എന്നാണ് കാണുന്നത്. എന്തായാലും വളരെ കാലം അവരുടെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാഗ്രഹം ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിക്കുകയാണ്. ഇത് ഒരു പക്ഷെങ്കിൽ ആദിമസഭ മുതൽ ഇന്ന് വരെ കണ്ടുവരുന്ന ഒരു അധികാരമോഹത്തിൻ്റെ പരിപ്രേക്ഷ്യമായി നമുക്ക് കാണാം. അപ്പോൾ ഈ 2 ആളുകൾക്ക് വേണ്ടി അമ്മ പറയുന്നത്, അല്ലെങ്കിൽ അവർ നേരിട്ട് പറയുന്നത് കേട്ടപ്പോൾ സഹ ശിഷ്യന്മാർക്ക് അവരോട് ഒരുതരം നീരസം തോന്നി എന്നാണ് വിശുദ്ധ മത്തായി ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്. അവരോട് അസൂയ തോന്നിയെന്ന് ഒരു പരിഭാഷയുണ്ട്. ഇവരുടെ അസൂയ മനസ്സിലാക്കി കർത്താവ് അവരെ അരികെ വിളിച്ചിട്ട് അവരോട് പറയുന്നതാണ്, ജാതികളിൽ, അതായത് നിങ്ങൾ കാണാത്ത യഹൂദേതര വിഭാഗങ്ങളിലുള്ള ആളുകൾ തങ്ങളുടെ ജനങ്ങളെ അധികാരത്തിൻ്റെ ബലം കൊണ്ട് ഭരിക്കുന്നതാണ്. അതായത് ഒരു ഭരണം നിർവഹിക്കുന്ന ജാതീയ സമ്പ്രദായങ്ങളല്ല ക്രിസ്തുമാർഗം എന്ന് പറയുന്നു. അതുകൊണ്ട് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരു എളുപ്പ വഴി, അങ്ങനെ ആഗ്രഹമുള്ളവർ മറ്റുള്ളവരുടെ ദാസന്മാരാകണം. ദാസ്യ ശുശ്രൂഷയിലൂടെയാണ് ഒന്നാമനാകാനുള്ള വഴി തെളിയുന്നത് എന്ന് കർത്താവ് പറയുന്നു. എന്നാൽ അതിനൊക്കെ ഘടകവിരുദ്ധമായ മനോഭാവമാണ് അനേകരിലും ഇന്നും കണ്ടുവരുന്നത്. ചെങ്കോലും കിരീടവുമല്ല, ദാസ്യ ശുശ്രൂഷയുടെ അടയാളങ്ങളാണ് ക്രിസ്തീയ മാർഗത്തിൻ്റെ മുഖമുദ്ര എന്ന് കർത്താവ് പറയാൻ ശ്രമിക്കുന്നു. കാലം ചെയ്ത ജോൺ പോൾ സെക്കൻഡ് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഐ എം എ സെർവൻറ്റ് ഓഫ് സെർവൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകനാണ് ഞാൻ. അപ്പോൾ അതിനാണ് ദൈവം തൻ്റെ ശിഷ്യത്വ ഗണത്തിലേക്ക് മറ്റുള്ളവരെ ചേർക്കുന്നത്. ദാസ്യ ശുശ്രൂഷയിലൂടെ മാത്രമേ ഒന്നാമനാകാൻ സാധിക്കുകയുള്ളൂ. പാവപ്പെട്ടവരുടെ അമ്മയായിരുന്ന മദർ തെരേസ വാഴ്ത്തപ്പെട്ടവളായി തീർന്നത് അധികാരത്തിൻ്റെ കസേരയിൽ ഇരുന്നത് കൊണ്ടല്ല, തെരുവിൽ
ധാരാളം ആളുകളെ ശുശ്രൂഷിച്ചതിൻ്റെ ഒരു അനന്തരഫലമാണ്. അങ്ങനെ ധാരാളം ആളുകൾ ലോകത്തിൽ നമുക്ക് മാതൃകാപരമായി ഇന്നും നിലനിൽക്കുന്നു. മറ്റുള്ളവരുടെ നീരസം കർത്താവ് പുതിയ ഒരു ക്രിസ്തീയ രീതിശാസ്ത്രം അവരോട് പറയാൻ അതിലൂടെ ശ്രമിക്കുന്നു. ഉന്നത ശ്രേഷ്ഠനായി തീർന്ന നമ്മുടെ കർത്താവാണ് നമ്മുടെ മാതൃക. അതുകൊണ്ടാണ് പറയുന്നത് ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ഏൽക്കാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും മനുഷ്യപുത്രൻ വന്നു. ഇതാണ് ക്രിസ്തീയത. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. അങ്ങനെ വന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്വയം ത്യജിക്കലിൻ്റെ ഒരു അനന്തരഫലം. അതുകൊണ്ട് എല്ലാറ്റിനും മേലായി ദൈവം അവനെ ഉയർത്തി, സകല നാമങ്ങൾക്കും മേലായി ദൈവം അവനെ ഉയർത്തിയത് ഈ താഴ്ചയെ പരിഗണിച്ചുകൊണ്ടാണ്. നമ്മൾക്ക് വലിയവരാകാനുള്ള ഒരു എളുപ്പമാർഗം മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാകാൻ മനസ്സ് കാണിക്കുമ്പോഴാണ്. ശിശുക്കളെ മുന്നേ നിർത്തി കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ ഒരു ചെറുതാകലിൻ്റെ വലിയ ആഹ്വാനം കർത്താവ് നൽകുന്നു. എല്ലാവരും വലിയവരാകണമെന്ന് പറയുമ്പോൾ ലോകചരിത്രത്തിൽ കർത്താവ് മാത്രമേ നിങ്ങൾ ചെറിയവരാകണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ചെറുതിൻ്റെ വലുപ്പമാണ് ക്രിസ്തീയ മാർഗത്തിൻ്റെ ശ്രേഷ്ഠത. അങ്ങനെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. അങ്ങയുടെ ശ്രേഷ്ഠമായ മാതൃക ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണം. മറ്റുള്ളവരെ ഭരിക്കുന്നവരായിട്ടല്ല, പരിപാലനത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാർഗം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ ആയുസ്സിൽ ചെയ്യുവാൻ ഞങ്ങളാലാവോളം ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് നൽകിയിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ധനവും ഞങ്ങളുടെ സ്വാധീനവും അറിവുമെല്ലാം അതിനുവേണ്ടി മാറ്റിവെപ്പാൻ ഞങ്ങളെ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൻ്റെ നന്മകൾക്കായി കർത്താവെ ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. പ്രഭാതം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.